ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് വന്ന ഒരു യൂട്യൂബറിന് ഒരു വീഡിയോ അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, കേൾക്കുക, ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ. കാരണം സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്രദമാവും. ഓക്കെ, അധികം വലിച്ചു നിർത്തുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ ശരിയായി അപ്ലോഡ് ചെയ്യേണ്ട രീതി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനൊരു രീതി ഇല്ല, എല്ലാവരും മനസ്സിലാക്കുക. എങ്ങനെ അപ്ലോഡ് ചെയ്താലും യൂട്യൂബിലേക്കാണ് ചെല്ലുന്നത്. അതിന് ശരിയായ രീതി, തെറ്റായ രീതി അങ്ങനെ ഒന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കാൻ. നമുക്ക് 3 രീതിയിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അതിലത്തെ ഒന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡോടുകൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അടിയിൽ കാണുന്ന ഈ പ്ലസ് എന്നുള്ള ഒരു റൗണ്ടിൽ പ്ലസ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുള്ളത്, വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത് ഒക്കെ കാണാം അല്ലേ. അപ്പോൾ ആ അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് എവിടേക്കാണ്? നമ്മുടെ ഗാലറിയിലേക്കാണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി എന്താ നോക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അത് പുതിയ ഒരു അപ്ഡേഷൻ ആണ്. നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ മുകളിൽ കാണുന്ന ഒരു പ്ലസ്, അവിടെയും കാണാൻ ഒരു പ്ലസ് ഇട്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്ന എവിടേക്കാണ്? ഗാലറിയിലേക്ക് തന്നെയാണ്. ഓക്കെ, ബ്രൗസർ ഓപ്പൺ ആവുന്നതായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ മുകളിൽ കണ്ടില്ലേ ഒരു കോല്, ഒരു അമ്പിന്റെ ചിഹ്നം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ശ്രദ്ധിച്ച് കാണാം. ക്ലിക്ക് ചെയ്തിട്ട് നേരെ ചെല്ലുന്ന എവിടേക്കാണ്? നേരെ നമ്മുടെ ഗാലറിക്ക് തന്നെ ചെയ്യുന്നത്. അവിടെ നിന്നിട്ട് നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 രീതിയിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാനൽ ഓപ്പൺ ആക്കിയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ എന്താണ്? വളരെ കുറച്ചുള്ളൂ. അത് പേടിക്കാനും അല്ലെങ്കിൽ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിലോ ബ്രൗസറിലോ പോയിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ അവിടേക്ക് ചെല്ലണം. നമ്മൾ ഇവിടെ ഇങ്ങനെ അപ്ലോഡ് ചെയ്താലും അവിടെ ചെല്ലണം. അവിടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ശേഷം വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട രീതികൾ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ കൊടുക്കുന്ന വീഡിയോക്ക് വ്യൂസ് കയറുന്നില്ല, വ്യൂസ് കിട്ടുന്നില്ല എന്നുള്ള പരക്കെ പരാതികളുണ്ട്. ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യൂസ് കയറാനായിട്ട് 3 ടിപ്സ് ഉണ്ട്. ഈ 3 ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കണ്ടന്റ് നന്നാവണം. കണ്ടന്റ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ വ്യൂസ് കയറില്ല. അതിനേക്കാളൊക്കെ ഉപരി തമ്പനയിലിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തമ്പനയിൽ അട്രാക്ഷൻ ആയിരിക്കണം. 3, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ടാഗ്. പല വീഡിയോയ്ക്കും ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ടാഗ് കാണാറില്ല. അപ്പോൾ ആ ടാഗ് കൊടുക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണെന്നുള്ളതും കാണിക്കാം. ഒപ്പം തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അലോ എംബഡി എന്ന് പറയുന്നത് ഡിസേബിൾ ചെയ്തതിന് ശേഷം വേണം ഷെയർ ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലേക്കാണെങ്കിലും ഫേസ്ബുക്കിലേക്കാണെങ്കിലും അത് അവിടെ പ്ലേ ആവും. അവിടെ പ്ലേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കയറില്ല, ഒന്നും കയറില്ല. മറിച്ച് നമ്മളത് ഡിസേബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ അത് അവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് നേരെ നമ്മുടെ യൂട്യൂബിലേക്ക് വന്നിട്ട് അവിടെ
കയറുമ്പോൾ നമുക്ക് എന്താ കിട്ടും, വ്യൂസ് കിട്ടും. ഇനി അവർക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യണമെങ്കിൽ, സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിക്കോ. നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നേരെ വൈറ്റ് സ്റ്റുഡിയോ പോകുന്നു. വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് എഡിറ്റ് ഓപ്ഷൻ എടുക്കുന്നു. എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇതാണ് അലോ, താഴത്ത് കണ്ടോ, ഇതാണ് അലോ എംബഡി എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ ഡിസേബിൾ ചെയ്തേക്കണം. ഞാൻ ഓൾറെഡി ഡിസേബിൾ ചെയ്തതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതേമാതിരി നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കണം. ഇനി അതിന്റെ മുകളിൽ കണ്ടോ, ഇതാണ് ടാഗ്. ഇവിടെ നമ്മുടെ ഒരു കണ്ടന്റ് ഏത് കോണിലിരുന്ന് ആര് എങ്ങനെ സെർച്ച് ചെയ്താലും കിട്ടണം. ആ ഒരു കണ്ടന്റ്, നമ്മുടെ വീഡിയോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ കണ്ടന്റ് എങ്ങനെ സെർച്ച് ചെയ്താലും നമുക്ക് നമ്മുടെ വീഡിയോ കൂടി അവിടെ അവരുടെ പക്കലേക്ക് ചെല്ലണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ടാഗ് കൊടുക്കുന്നത്. ഈ ടാഗ് കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക, വ്യൂസും കയറുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് സോങ് എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സും മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് പറ്റിയ സോങ്സ് നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ചാനൽ ഓപ്പൺ ആക്കിയിട്ട് ആ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഗാലറിക്ക് പോകുന്നു. നമ്മൾ ഷോർട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ട് അവിടെ 15 സെക്കൻഡ് 60 സെക്കൻഡ് നമുക്ക് ഓപ്ഷൻ ഉണ്ട് അവിടെ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വീഡിയോ വേണമെങ്കിൽ നമുക്ക് 60 സെക്കൻഡ് ആക്കി വെക്കാം. അതിന്റെ തൊട്ട് മുകളിൽ കണ്ടോ മ്യൂസിക്കിന്റെ ഒരു അത് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ട നമുക്ക് ഇഷ്ടം പോലെ മ്യൂസിക്കുകളുണ്ട്. മ്യൂസിക് അല്ല, സോങ്സ് ഉണ്ട്. ആ സോങ്സ് നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ആ സെലക്ട് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഷോർട്സിന് നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സ് ഫിക്സ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബ്രൗസർ ഓൺ ആക്കണം. ഓക്കെ, ക്രോം ബ്രൗസർ ഓൺ ആക്കണം. അതിൽ പോയിട്ട് നേരെ പോയിട്ട് വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് അടിച്ചു കൊടുക്കുക. ഡാഷ്ബോർഡ് അടിച്ചു കൊടുത്തു. നേരെ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആവുന്നു. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു മുകളിൽ തന്നെ ഓപ്ഷനുകൾ കണ്ട, അതിൽ ഏറ്റവും അടിയിൽ കാണുന്നതാണ് മ്യൂസിക്കിന്റെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരുപാട് മ്യൂസിക്കുകൾ ഉണ്ട് അവിടെ. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇതേമാതിരി സെലക്ട് ചെയ്യാം. ഇതേമാതിരി സെലക്ട് ചെയ്ത് നമുക്ക് ഇതാണ്ട ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് അടിച്ച് പോവാം. ബാക്ക് അടിച്ച് പോയിട്ട് ഇൻഷോട്ടിൽ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്, അല്ല സോറി, അതെ, എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക്കിന്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മൈ മ്യൂസിക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ? ഇനി നമുക്കത് ഏത് ഭാഗത്താണ് ഫിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം. ആവശ്യമില്ലാത്ത ഭാഗത്ത് നമുക്ക് മ്യൂട്ടാക്കാനും അല്ലെങ്കിൽ സൗണ്ട് കുറയ്ക്കാനും അതേമാതിരി കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേമാതിരിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കേട്ട് നല്ലോണം മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, അതിലുപരി ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കണ്ട, ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, സബ് ചെയ്ത് കൊടുക്കുക. സബ് ബട്ടൺ ഓൾ എനേബിൾ ചെയ്യുക കേട്ടോ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന മറ്റു വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതും കൂടി നിങ്ങൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഇത് അറിയാത്ത മറ്റുള്ള യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ ഞാൻ തൃശ്ശൂർ ഷമീർ.